ഹലോ, ഇതിപ്പോൾ രാവിലത്തെ 7:30 ആണ് കേട്ടോ ടൈം വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഓഫീസിലേക്ക് 8:30 ഒക്കെ ആകുമ്പം പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ കയറിയിട്ടുള്ളത്. അപ്പോൾ ദോശയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കാൻ നേരത്തെ ചുട്ടെടുത്താൽ തന്നെ മതിയാകും. ഇന്നിപ്പോൾ നമ്മൾ തേങ്ങാ ചമ്മന്തി അല്ല, പകരം നമ്മൾ തക്കാളി ചുട്ടരച്ചിട്ടുള്ള ചമ്മന്തിയാണ് വെക്കുന്നത്. ഇനി ഇതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് വന്നിട്ട് 2 സവാള, ഒരു തക്കാളി, 4-5 ചുമന്ന മുളകും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഞാനിവിടെ റോസ്റ്റ് ചെയ്തിട്ടാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് നമുക്ക് തീയിൽ വെച്ചിട്ട് ചുട്ടെടുക്കുകയും കൂടെ ചെയ്യാവുന്നതാണ്. ഒന്നും കൂടെ ടേസ്റ്റ് അങ്ങനെ ചുട്ടെടുക്കുമ്പോഴാണ്. ഇനി നമ്മൾ ദോശയും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദോശയുടെ പുളിയും കാര്യങ്ങളൊന്നും അധികം ഇഷ്ടമില്ലാത്തവരൊക്കെ ആണെങ്കിൽ രാത്രി നമ്മൾ മാവൊക്കെ അരച്ച് വയ്ക്കുമ്പോൾ ആ ഒരു നേരത്തെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അധികം പുളിയില്ലാതെ തന്നെ നമുക്ക് മാവൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതാ ഇനി അതിൻ്റെ കൺസിസ്റ്റൻസിയും കൂടെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 2 പേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ചമ്മന്തിയിൽ ഞാൻ ചുമന്നമുളക് കൂട്ടിയിട്ടുള്ളത് പിരിയമുളകാണ് കേട്ടോ. നമ്മുടെ കാശ്മീരി ചില്ലിയുടെ ആ ഒരു മുളകാണ് കൂട്ടിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കളർ വന്നിട്ടുള്ളത്. നോർമൽ മുളകാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ എണ്ണം കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മൾ 8 മണിയായപ്പോൾ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് മക്കൾ എണീറ്റ് വന്നത്. അപ്പോൾ അവരുടെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർക്കുള്ള ദോശയും കൂടെ ചുട്ടെടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു ലോഡ് വാഷിങ്ങിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാൽക്കണിയിലാണ് വിരിച്ചെടുത്തിട്ടുള്ളത്. ഇന്നിപ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്ത് ഡ്രസ്സൊന്നും വിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ തുണിയും കാര്യങ്ങളെല്ലാം വിരിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ കിച്ചണിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചോറും കറിയെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ അയിലയും കൂടെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് മാരിനേഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണിലെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ ഒരു മീനിൻ്റെ വറുത്തെടുക്കലും കൂടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മാരിനേഷൻ ടൈമിൽ നമ്മളിതാ ഓപ്പൺ ഷെൽഫ് ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഓപ്പൺ ഷെൽഫൊക്കെ പെട്ടെന്ന് തന്നെ ക്ലട്ടർ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഷെൽഫ് എപ്പോഴും ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മൾ മാക്സിമം ബാസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുവിധം അത് ക്ലട്ടർ ഫ്രീ ആയിട്ട് തന്നെ കിടന്നോളും. ഇങ്ങനെയുള്ള ഏരിയാസൊക്കെ ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മാനേജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു വീക്ക്ലി വൺസ് എങ്കിലും ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. എന്നാലേ നമുക്ക് ആ ഒരു പ്ലേസ് കറക്റ്റായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു മാനേജ്മെൻറ്റിൽ നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ഡീക്ലട്ടറിങ് ആണ്. അപ്പോൾ എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്തൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളോ പേപ്പറോ അതുപോലെ തന്നെ എക്സ്പയർ ആയിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഡസ്റ്റിങ് ചെയ്യാനുണ്ടെങ്കിൽ ഡസ്റ്റിങ് കൂടെ ചെയ്തെടുക്കേണ്ടതാണ്. പിന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ ഐറ്റംസും ഓർഗനൈസ് ചെയ്ത് വെക്കുക. ഈ ഒരു ബാസ്ക്കറ്റിൽ സ്റ്റിച്ചിങ്ങിനുള്ളതും ക്രാഫ്റ്റ്സിനുള്ള കുറച്ച് ഐറ്റംസാണ് അതിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ മെഡിസിൻ ബോക്സാണ്. അപ്പോൾ അതിലേക്കുള്ള മെഡിസിൻസും കാര്യങ്ങൾ വെച്ച് കൊടുക്കുക. പിന്നെ വന്നിട്ട് നമ്മുടെ ഈ ഒരു ബോട്ടിൽസൊക്കെ വെക്കുന്ന മെഡിസിൻ ബോട്ടിൽസ് വെക്കുന്ന ഒരു ബോക്സാണ് വന്നിട്ടുള്ളത്. ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിലേക്കുള്ള ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അവിടെ ഇവിടെയൊക്കെ
ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നേരെ എടുത്ത് വെക്കുക. അതുപോലെ ഫിനിഷ് ആയിട്ടുള്ള ബോട്ടിൽസൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് ഡിസ്കാർഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടെ ചെയ്യുക. നെക്സ്റ്റ് വന്നിട്ട് നമ്മുടെ പൗഡർ അതുപോലെ ഓയിൽ കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് കറക്റ്റാക്കി വെക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കറക്റ്റ് നീറ്റിൽ വെക്കാൻ നോക്കുക. ഇനി വന്നിട്ട് നമ്മുടെ ഹെയർ ആക്സസറീസ്, ചീർപ്പ് കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു ബാസ്ക്കറ്റാണ്. അപ്പോൾ അതിൽ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് ഹെയർ ബാൻഡ്സ് കാര്യങ്ങളും ചീർപ്പൊക്കെ മിക്സപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ഇലാസ്റ്റിക്കൊക്കെ പോയിട്ടുള്ള കുറേ ഐറ്റംസൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു, ഹെയർ ആക്സസറീസൊക്കെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനുള്ളതൊക്കെ ഒഴിവാക്കുക. പിന്നെ അതുപോലെ ചെറിയ ഐറ്റംസൊക്കെ സൂക്ഷിക്കുന്ന ഈ ഒരു ചെറിയ കണ്ടെയ്നറിൽ അതൊക്കെ അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി വലിയ വലിയ ക്രഞ്ചീസൊക്കെ ഈ ഒരു ബാസ്ക്കറ്റിൽ ഇട്ടപ്പം തന്നെ ആ ഒരു ബാസ്ക്കറ്റ് ഫുള്ളായിട്ടുണ്ടായിരുന്നു. അതപ്പോൾ അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തതുപോലെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റോളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നമ്മുടെ കാർഡ്ബോർഡ് റോളൊക്കെ എടുക്കാവുന്നതാണ് ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വലിയ വലിയ ക്രഞ്ചീസൊക്കെ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇൻ പ്ലേസ് ആയിട്ട് കിടക്കുകയും ചെയ്യും. നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്യാനും കൂടെ പറ്റുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു റാക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അടിയിലുള്ള ഡ്രസ്സൊക്കെ വെക്കുന്ന റാക്ക് കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഓർഗനൈസ്ഡ് ആയിട്ട് തന്നെ കിടന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ടോപ്പിലുള്ള റാക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളെല്ലാം അതങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇൻ പ്ലേസ് ആക്കിയിട്ട് ഓരോന്നും കാറ്റഗറൈസ് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ഈ ഒരു ബാസ്ക്കറ്റിലാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റ്സിനും അതുപോലെ ത്രെഡ് വർക്കിനും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ ഐറ്റംസും ഈ ഒരു ബോക്സിലേക്ക് എടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയ ഫുള്ളായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് നീറ്റാക്കി ഓർഗനൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡിസ്കാർഡ് ചെയ്യേണ്ട ഐറ്റംസ് എല്ലാം ഒന്ന് ഡിസ്കാർഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് വേസ്റ്റാണ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന, നമ്മൾ ആവശ്യമുണ്ടെന്ന് വിചാരിക്കുന്ന പല ഏരിയാസും അതിൽ നമുക്ക് ഡീക്ലട്ടർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വേസ്റ്റ് ഐറ്റംസൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ കൂടെ നോക്കുക. നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതായിരിക്കില്ല. നമ്മൾ പലപ്പോഴും എടുത്തു വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് പിന്നെ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഐറ്റംസൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഡിസ്കാർഡ് ചെയ്യേണ്ട ഐറ്റംസൊക്കെ എല്ലാം ഒന്ന് കറക്റ്റായിട്ട് തന്നെ ഡിസ്കാർഡ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ വറുക്കാനുള്ള മീനെല്ലാം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുഡൊക്കെ കഴിഞ്ഞിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ആഫ്റ്റർനൂൺ ടൈം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇതുപോലെ സ്റ്റിച്ചിങ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ആഫ്റ്റർനൂൺ നമ്മൾ കുറച്ച് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ ഒരു മെഷീന് ഓയിലും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ ഓയിലും കൂടെ ചെയ്തിട്ട് ഒന്ന് ക്ലീനിങ് കൂടെ ആക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓയിലൊക്കെ ചെയ്തതിന് ശേഷം ലൈറ്റ് ഡ്രസ്സൊന്നും സ്റ്റിച്ച് ചെയ്യാതെ ആദ്യം ഒരു റഫ് ക്ലോത്തിലൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. നെക്സ്റ്റ് ഇതൊരു ഈവനിങ് ടൈമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചായയൊക്കെ വെച്ചതിന് ശേഷം മഗ്‌രിബൊക്കെ കൊടുക്കാനായിട്ടുണ്ട്. ആ ഒരു ടൈമാണിത്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കുള്ള മാവാണ് ഇന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ചപ്പാത്തി ആയതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് ആട്ടമാവാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് മില്ലറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മൾട്ടി ഗ്രെയിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് നെയ്യും പിന്നെ വന്നിട്ട് മീത്തിയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു മിക്സർ ആക്കിയിട്ടാണ് വെക്കുന്നത്.
അപ്പോൾ ഇതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന മില്ലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ റാഗിയും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു മിക്സാണിത്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇത് മാത്രമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ മാവ് കുഴക്കും പോലെ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഹാർഡായിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയൊക്കെ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കില്ലേ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക. അതുപോലെ ചെയ്തെടുത്ത് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് മീത്തിയുടെ ഇലയില്ലേ, നമ്മുടെ ഡ്രൈ ലീവ്സ്, അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ചപ്പാത്തി അതുകൊണ്ടൊരു ഫ്ലേവറൊക്കെ മാറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ മഗ്‌രിബൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രയറും കാര്യങ്ങളും അതുപോലെ നമ്മുടെ ഖുർആൻ പാരായണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചുട്ടെടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരത്തെ ഇതുപോലെ കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ വന്നിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു മാവ് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ്. ഇതിപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന പോലെയല്ല, കുറച്ച് കട്ടിയിലൊക്കെയാണ്, കുറച്ച് കൂടുതൽ മാവ് എടുക്കുന്നുണ്ട്. വലിയ ഉരുളകളൊക്കെ ആക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൊടികളൊന്നും ഇടാതെയാണ് പരത്തി കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു കുഴച്ചെടുക്കുന്ന നേരത്തെ തന്നെ നെയ്യൊക്കെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ അധികം നമ്മളെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്കത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നമ്മളിത് ചുട്ടും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ചുട്ടെടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബട്ടറൊക്കെ പരട്ടി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ ബട്ടറൊന്നും യൂസ് ചെയ്യുന്നില്ല. നേരത്തെ തന്നെ നമ്മൾ കുറച്ച് നെയ്യൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബട്ടറൊക്കെ തേച്ച് ചുട്ടെടുക്കുകയാണെങ്കിൽ നമുക്കിത് കറികളൊന്നും ഇല്ലാതെ ഫ്രൈൻ്റെ ഒപ്പം കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫിഷ് ഫ്രൈയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൈസിൻ്റെ കൂടെയൊക്കെ അത് അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ രാത്രികാലങ്ങളിൽ എപ്പോഴും ചപ്പാത്തി കഴിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള മില്ലറ്റ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.